Hi students, നമ്മൾ വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻഡസ്ട്രി കണ്ടു, കൊമേഴ്സ് കണ്ടു. കൊമേഴ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനിൽ ട്രേഡ് എന്താണെന്നുള്ളതും വിശദമായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. എയ്ഡ്സ് ടു ട്രേഡ്. എന്തൊക്കെയാണ് എയ്ഡ്സ് ടു ട്രേഡ്, എന്താണ് എയ്ഡ്സ് ടു ട്രേഡ്, ഇതൊക്കെയാണ് നമുക്കിതിൽ നോക്കാനായിട്ടുള്ളത്. The activities which assist trade are called aids to trade or auxiliaries to trade. എന്താണ് പറയുന്നത്? ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈയിങ്, സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ടു ദി കൺസ്യൂമേഴ്സ് ഇസ് നോൺ ആസ് ട്രേഡ്. ആ ട്രേഡിനെ അസിസ്റ്റ് ചെയ്യുന്ന, സഹായിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും? എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്സിലറീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അഡീഷണൽ സപ്പോർട്ട് എന്നാണ് കേട്ടോ. കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക, കൂടുതൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെയൊക്കെ നമ്മൾ ഈ ട്രേഡിനെ സഹായിക്കുന്ന സാധനങ്ങൾ എന്നുള്ള ലെവലിൽ എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലിയറീസ് ടു ട്രേഡ് എന്നാണ് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡ് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ് എക്സെട്ര. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന എല്ലാ എലിമെൻസും, അത് ട്രാൻസ്പോർട്ടേഷൻ ആവാം, ബാങ്കിങ് ആവാം, ഇൻഷുറൻസ് ആവാം, വെയർഹൗസിംഗ് ആവാം, അഡ്വർടൈസിംഗ് ആവാം, ഇതിനെയെല്ലാം നമ്മൾ പറയുന്ന പേരാണെന്ത്? എയ്ഡ്സ് ടു ട്രേഡ്. These service enterprises facilitates movements, finance, risk coverage, storage and sales promotion of goods. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്ത് പോസിബിൾ ആണ്? ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും ട്രാൻസ്പോർട്ടേഷൻ വഴി. ഫിനാൻസ് സംഘടിപ്പിക്കാൻ പറ്റും ത്രൂ ബാങ്കിങ്, റിസ്ക് കവറേജ് ത്രൂ ഇൻഷുറൻസ്, സ്റ്റോറേജ് ത്രൂ വെയർഹൗസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം ത്രൂ അഡ്വർടൈസ്മെന്റ്. അല്ലേ? നമുക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ ട്രേഡിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി എലമെന്റ്സ് വിച്ച് സപ്പോർട്ട് ദി ട്രേഡ് ഈസ് നോൺ ആസ് എയ്ഡ്സ് ടു ട്രേഡ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്. എന്താണോ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് ഈസ് നോൺ ആസ് ട്രേഡ്. അതെന്തിനായിരിക്കണം? ഫോർ മണി ഓർ മണീസ് വർത്ത്. ഒന്നുകിൽ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പണത്തിന് തക്ക മൂല്യമുള്ള എന്തിനെങ്കിലും വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുക, ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുക, ബൈ ചെയ്യുക, വാങ്ങിക്കുക, അല്ലെങ്കിൽ വിൽക്കുക. ഇതെന്തെങ്കിലും നടത്തുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേഡ്. ഇത് നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട എല്ലാ എലമെന്റ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എയ്ഡ്സ് ടു ട്രേഡ് എന്നുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എയ്ഡ്സ് ടു ട്രേഡ് എന്താണെന്ന് മനസ്സിലായിണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് വിശദമായിട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ എയ്ഡ്സ് ടു ട്രേഡ് ആണ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയ ഗുഡ്സ് ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയുള്ളൂ, അതെവിടേക്ക് എത്തില്ല? കൺസ്യൂമറിലേക്ക് എത്തില്ല, അല്ലേ? ബോംബെയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇവിടെ കേരളത്തിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. യൂറോപ്പിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം കേരളത്തിൽ കിട്ടുന്നത് എങ്ങനെയാണ്? ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ അറിയാം എന്താണ് ഹോം ട്രേഡും ഫോറിൻ ട്രേഡും ഒക്കെ. ഹോം ട്രേഡ് ആകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതേസമയം ഫോറിൻ ട്രേഡ് ആകുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? വാട്ടർ ട്രാൻസ്പോർട്ടിംഗ്, അതുപോലെ തന്നെ എന്താണ്? എയർ ട്രാൻസ്പോർട്ടിംഗ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും എന്ത് പോസിബിൾ അല്ല? ട്രേഡ് പോസിബിൾ അല്ല. അടുത്തത് എന്താണ്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആണ് ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അത് അത് എന്താണ് നടന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനായിട്ട് അത് മാറണമെങ്കിൽ, ചിന്തകളിൽ നിന്ന് അത് എവിടേക്ക് മാറണമെങ്കിൽ, കൃത്യമായിട്ട് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഇത് നമുക്കില്ലെങ്കിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? ബാങ്കിങ് സെക്ടറാണ്, ബാങ്കുകളാണ്. ദെൻ അടുത്തത് എന്താണ്? ഇൻഷുറൻസ്. നമുക്ക് എപ്പോഴും അറിയാം എന്താണ്? ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൈൻ, അല്ലേ?
ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ അൺസർട്ടൈൻ ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാലോ, ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ കൂടെയുള്ള ഒരു എലമെൻ്റ് ആണ് എന്ത്, റിസ്ക്. റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. ബിസിനസ്സിലെ റിസ്ക് തന്നെ പലതരത്തിലുണ്ടാവാം. അതിൽ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള റിസ്ക് ആണ് എന്ത്, ഫിസിക്കലായിട്ട് നമുക്ക് വരുന്ന ലോസുകൾ. അതായത് സാധനങ്ങൾ നശിച്ചു പോവുക, എടുത്തു വെക്കുമ്പോൾ നശിച്ചു പോവാം, യാത്രയിൽ നശിച്ചു പോവാം, അല്ലേ? പല കാരണങ്ങൾ കൊണ്ട് അതിന് ഡാമേജ് സംഭവിക്കാം. അതൊക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്, ഇൻഷുറൻസ്. അപ്പോൾ റിസ്ക് കവറിംഗ് ആണ് ആര് ചെയ്യുന്നത്, ഇൻഷുറൻസ് ചെയ്യുന്നത്. ഇനി അടുത്ത എയ്ഡ്സ് ആണ് എന്ത്, വെയർ ഹൗസിങ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാരണം, പ്രോപ്പർ വെയർ ഹൗസിങ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൾക്കായിട്ട് ക്വാണ്ടിറ്റീസ് വാങ്ങി സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഹോൾസെയിലേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു അവരെന്ത് ചെയ്യുന്നു, ദേ ആർ പർച്ചേസിങ് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ്, അല്ലേ? ഈ കൊണ്ടുവരുന്ന ബൾക്ക് ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യണം, കൃത്യമായി സൂക്ഷിക്കണം. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ വെക്കാം. പക്ഷെ കുറേ അധികം ഉണ്ടെങ്കിൽ, ഒരുപാട് അധികം ഉണ്ടെങ്കിൽ അതങ്ങനെ വെക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അവിടെ എന്ത് വേണം, കൃത്യമായ സംഭരണശാലകളിൽ സൂക്ഷിക്കണം. അപ്പോൾ അവിടെയൊക്കെ വെക്കുമ്പോൾ സൂക്ഷിക്കണം, എലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നശിച്ചു പോവാത്ത രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്, വെയർ ഹൗസിങ്, സംഭരണശാലകൾ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് എന്ത്, അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി അറിയുന്നത് എങ്ങനെയാണ്, ത്രൂ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മീഡിയാസ് നമുക്കുണ്ട്. എങ്ങനെയാവാം, പേപ്പർ അഡ്വർടൈസ്മെന്റ് ആവാം, ടി വി അഡ്വർടൈസ്മെന്റ് ആവാം, മാഗസിൻസിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആവാം, അല്ലെ? പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് നമ്മളെ തേടി എത്തുന്നുണ്ട്. വെബ് അഡ്വർടൈസിങ് ആവാം. ഇപ്പൊ നമുക്കൊക്കെ കൂടുതൽ പരിചിതമായിട്ടുള്ളത് വെബ് അഡ്വർടൈസിങ് ആണ്, അല്ലെ? അങ്ങനെ പല രീതിയിൽ അഡ്വർടൈസിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ തോന്നുന്നത് കൂടിയിട്ടുള്ളത്, നല്ലോണം വ്യൂവേഴ്സ് ഉള്ള കുക്കറി ഷോ ചെയ്യുന്ന ആളുകളുടെ ആ ഷോവിൻ്റെ ഇടയിൽ അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പറ്റി പറയുകയും ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ്, അഡ്വർടൈസ്മെന്റ് ആണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റിനെ പറ്റി അറിയാൻ ശ്രമിക്കും. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോഴാണ് എന്തായത്, ഫൈനൽ പ്രോഡക്റ്റ് വളരെ നന്നായി വന്നതെന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ആ പ്രോഡക്റ്റ് അന്വേഷിച്ച് പോകും. അപ്പം നമുക്ക് എന്ത് തരുന്നു, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ആണ് എന്ത്, അഡ്വർടൈസിങ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഈ 5 എലമെന്റ്സ് ആണ് നോർമലി നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് എന്ത്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Usually, production takes place in certain locations and consumption all over the country. സാധാരണ എന്താ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ലൊക്കേഷനിൽ മാത്രം നടത്തുകയും അതിൻ്റെ ഉപയോഗം രാജ്യം ഒട്ടാകെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ടീ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ ആസാം ബട്ട് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ഓൾ ഓവർ ഇന്ത്യ. ചായ, തേയില മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസാമിലാണ്. പക്ഷെ ചായ നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്, അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ആസാമിൽ ഉണ്ടാക്കിയ ചായ എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു, ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ട്രക്കുകളാവാം, എന്താണ്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാവാം, അതല്ലെങ്കിൽ എന്താവാം, എയർ ട്രാൻസ്പോർട്ടേഷൻ വഴിയാവാം. പല പല ട്രാൻസ്പോർട്ടിങ് സിസ്റ്റംസ് നമുക്കറിയാം. അതുപോലെ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഏതിനെ ഡിപ്പെൻഡ് ചെയ്താലും ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നു. അങ്ങനെ എത്തിച്ചു തരണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ദിസ് പ്രോബ്ലം ഈസ് റിമൂവ്ഡ് ബൈ ട്രാൻസ്പോർട്ട് ത്രൂ വേരിയസ് മോഡ്സ് സച്ച് ആസ് റോഡ്, റെയിൽ ഓർ വാട്ടർ ട്രാൻസ്പോർട്ട്. ഈ 3 സിസ്റ്റത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പ്രശ്നം, അതായത് ഈ ദൂരം എന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്ത എയ്ഡ്സ് ടു ട്രേഡ് ആണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നില്ല. ഏതിന്റെ കൂടെയാണ് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷന്റെ കൂടെയാണ് പറയുന്നത്. Along with transport, communication is very essential, which helps the producer, traders and consumers in exchange of information. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്തൊക്കെ ആപത്തുകൾ വരാം, അല്ലേ? കൃത്യമായിട്ട് പ്രൊഡ്യൂസറും അതേപോലെ ട്രേഡറും അല്ലെങ്കിൽ കൺസ്യൂമറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം.
എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റിനെ പറ്റി കൺസ്യൂമേഴ്സിനെ അറിയിക്കാനും കൺസ്യൂമേഴ്സിലെ മാറുന്ന ട്രെൻഡുകൾ പ്രൊഡ്യൂസർക്ക് അറിയാനും സാധിക്കുള്ളൂ. ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ കൃത്യമായ ട്രെൻഡ് അറിയാതെ എന്തെങ്കിലും ഉണ്ടാക്കി വിടുന്ന ഒരവസ്ഥയാണ് ആർക്കുണ്ടാവുക, പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം, കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്, പോസ്റ്റൽ സർവീസ്, telephones, and other modern means of communication may be regarded as auxiliaries to business activities. എന്തൊക്കെയാണ്, പോസ്റ്റൽ സർവീസ് ആവാം. ഇപ്പോൾ പോസ്റ്റൽ സർവീസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ടെലിഫോൺസ്, അതേപോലെ എന്താണ് മൊബൈൽ ഫോൺസ്, അതുപോലെ എന്താണ് മെയിൽ. നമ്മളിപ്പോൾ മെയിനായിട്ടും നമ്മുടെ കത്തിടപാടുകൾ നടത്തുന്നത് എങ്ങനെയാണ്, മെയിൽ വഴിയാണ് അല്ലേ. അത് നമുക്ക് സിസ്റ്റം വഴിയാണ്, കമ്പ്യൂട്ടർ വഴിയാണ്, നെറ്റ് വഴിയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഏത് സിസ്റ്റം ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് നടത്താം, കമ്മ്യൂണിക്കേഷൻ നടത്താം. ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു, ബിസിനസ് ഇത്രയും ഡെവലപ്പ് ചെയ്യുമായിരുന്നില്ല, ബിസിനസ് എന്ന് പറയുന്ന ഏരിയ ഇത്രത്തോളം വലുതാകുമായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് കഴിഞ്ഞത്, എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ അടുത്തത് എന്താണ് പറയുന്നത്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ് പറയുന്നത്. ഇപ്പൊ എന്താണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, all business concerns need fund for acquiring assets, raw materials and meeting day-to-day expenses. എല്ലാ ബിസിനസ് കൺസേൺസിനും ഫണ്ട് ആവശ്യമാണ്. എന്തിനൊക്കെയാണ്, ഫോർ അക്വയറിങ് അസറ്റ്, അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, അസറ്റ് വാങ്ങിക്കാൻ, അതേപോലെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ, ദെൻ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്, ഓരോ ദിവസവും ബിസിനസ്സിന് ചിലവുകൾ ഉണ്ടാവും അല്ലേ, അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളാണ് കേട്ടോ, ഒരു ബിസിനസ്സിന് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു ഷർട്ട് തയ്ക്കണമെങ്കിൽ അതിൻ്റെ അസംസ്കൃത വസ്തു തുണി, നൂല്, സൂചി, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോ മെറ്റീരിയൽ വാങ്ങണം, അസറ്റ് വാങ്ങണം, മെഷീനറീസ് വാങ്ങണം, അതുപോലെ തന്നെ എന്താണ്, ബിസിനസ് ഓർഗനൈസേഷനുള്ള ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാങ്കിങ് ഹെൽപ്സ് ബിസിനസ് ഫേംസ് ടു ഓവർകം ദി പ്രോബ്ലം ഓഫ് ഫിനാൻസ് ബൈ ഗിവിംഗ് നെസസറി ഫണ്ട്സ്. ആവശ്യത്തിനുള്ള ഫണ്ട് കൊടുത്തിട്ട് ആരാണ് നമ്മളെ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റുന്നത്, ബാങ്കിങ് ആണ്. ഫിനാൻസ് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഓൾ ബിസിനസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്. എന്താണ്, എല്ലാ ബിസിനസിന്റെയും ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻസ് ആണ്, പണമാണ് അല്ലെ. അതാര് പ്രൊവൈഡ് ചെയ്യുന്നു, ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താ പറയുന്നത്, എല്ലാ ബിസിനസ് കൺസേൺസിനും എന്താവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ്. ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ബാങ്കിങ് സെക്ടർ ആണ്. അപ്പൊ ആ ബാങ്കിങ് ഫണ്ട് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന്റെ എന്താവുള്ളൂ, ഫൗണ്ടേഷൻ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അത് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ബാങ്കുകൾ എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ഹെൽപ്പാണ് ബിസിനസ്സിന് കൊടുക്കണമെന്നുള്ളത്. ബാങ്ക്സ് ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ ബിസിനസ്. എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് വാങ്ങിച്ചിട്ട് അത് ലോൺ ആയിട്ട് ആർക്ക് കൊടുക്കുന്നു, ബിസിനസ്സിന് കൊടുക്കുന്നു. മനസ്സിലായോ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ അവിടെ ലോക്കറിൽ എടുത്തു വെക്കുകയല്ലേ ചെയ്യണത്, അതെന്ത് ചെയ്യുന്നു, മറ്റൊരാളുടെ ആവശ്യത്തിന് ലോൺ ആയിട്ട് ചിലപ്പോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാങ്ക്. ഓക്കെ, അത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ദേ ലെൻഡ് മണി, അവര് പൈസ ചെലവാക്കുന്നു. എങ്ങനെ ചെലവാക്കുന്നു, ഓഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സമ്മതിക്കുന്ന ആ ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. എല്ലാവർക്കും ഒന്നും പറ്റില്ല കേട്ടോ, നല്ല നല്ല ബിസിനസ് ഓർഗനൈസേഷൻസിന് ബാങ്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അടുത്തത് എന്താണ്, CC, അതായത് എന്താണ്, ക്യാഷ് ക്രെഡിറ്റ്. ചെറിയ ചെറിയ ലോണുകൾ, 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് അങ്ങനെ കൊടുക്കുന്ന ലോണുകളെയാണ് സാധാരണ എന്ത് പറയാ, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലോൺസ് എന്ന് പറയാൻ നോർമലി കുറച്ച് നീളമുള്ള ലോങ് ടേം ആയിട്ടുള്ള ലോണുകളെയാണ് ലോൺസ് എന്നുള്ള പേര് വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെ ബാങ്കുകൾ പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞാല്, ബിൽ എന്ന് പറയുന്നത് ചെക്ക് പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. പണത്തിന് പകരം ഇന്ന ദിവസം പണം തരാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ബില്ല്. ദെൻ ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് പണം തരാമെന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് ഇപ്പോഴേ ആവശ്യമുണ്ടെങ്കിൽ 10,000 രൂപയുടെ ഒരു ബില്ലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, എനിക്കിപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, 3 മാസമാണ് ബില്ലിന്റെ കാലാവധി, 3 മാസം കഴിഞ്ഞിട്ടേ ബില്ലിന്റെ പൈസ കിട്ടുള്ളൂ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ബാങ്ക് പറയും 8,000 തരാം, 10,000 തരാൻ പറ്റില്ല.
ഇത് ബാങ്കിന് ലാഭം വേണ്ടേ? 2 മാസം മുന്നേ പൈസ തരുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കണം 3 മാസം കഴിഞ്ഞിട്ട് 10,000 കിട്ടുന്നേക്കാളും നല്ലത് ഇപ്പൊ 8,000 കിട്ടണതാണ്. ഞാൻ ആ പൈസ വാങ്ങിച്ചു പോരുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ബില്ലിൽ കുറച്ച് എമൗണ്ട് കുറച്ച് ഈ പറഞ്ഞ കസ്റ്റമറെ സഹായിക്കുന്നു. ദെൻ കളക്ഷൻ ഓഫ് ചെക്സ്. നമുക്കറിയാം അല്ലെ, പല പല ബാങ്കുകളുടെ അല്ലെങ്കിൽ പല പല ശാഖയിലുള്ള ചെക്കുകൾ നമ്മൾ നമ്മുടേതായ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അവരത് എന്ത് ചെയ്തോളും? കളക്ട് ചെയ്ത് കൊണ്ടുവന്നോളും. റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ഏത് സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം. റെമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്ന് അർത്ഥമുള്ളൂ കേട്ടോ. ആൻഡ് വേരിയസ് അതർ സർവീസസ് ടു ദി ബിസിനസ് കമ്മ്യൂണിറ്റി. ഇത് കൂടാതെ ഒരുപാട് സർവീസസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടും പബ്ലിക്കിൻ്റെ നിന്ന് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ബിസിനസ്സുകാർക്ക് ലോൺ ആയിട്ട് കൊടുക്കുന്നു. ഈ ലോൺ തന്നെ എങ്ങനെ കൊടുക്കാം? ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കാം, ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം, ഇനി ടേം ലോൺസ് ആയിട്ടും കൊടുക്കാം. അത് കൂടാതെ കൊടുക്കുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, ചെക്ക് കളക്ട് ചെയ്ത് കൊടുക്കുക, റെമിറ്റൻസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എന്താണത്? ഇൻഷുറൻസ്. ഇതാണ് അടുത്ത എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. Insurance provide protection against the risk of loss due to accident, fire, earthquake, theft, damage of goods in stock and transit on payment of a nominal amount called premium. The amount of loss or damage is compensated by the insurance company. കുറച്ച് നീളമുള്ള ഒരു സെന്റൻസ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ തരികയാണ് ചെയ്യുന്നത് നമുക്ക്. നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടു, 2 കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ ഫാമിലിനെ. അതായത് നമ്മളെ മറ്റ് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. എന്തൊക്കെയായിരിക്കാം ആ അപകടങ്ങൾ അല്ലെങ്കിൽ ആ റിസ്ക് എന്ന് പറയുന്നത്? ലോസ് ഡ്യൂ ടു ആക്സിഡന്റ്. ഈ പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ബോംബെയിൽ നിന്ന് കയറ്റി വെച്ചു, ഇങ്ങോട്ട് എത്തുന്നേക്കാളും മുന്നേ ലോറി മറിഞ്ഞു, എന്തുണ്ടാവാം? അവിടെ നാശം അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാം അല്ലെ? ഫയർ, തീപിടുത്തം ഉണ്ടാവാം. എർത്ത്ക്വേക്ക്, മറ്റേന്താണ്, ഭൂമി കുലുക്കം. അതേപോലെ തെഫ്റ്റ്, കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ട് പോകാം. അതല്ലെങ്കിൽ ഡാമേജ് ഓഫ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ആൻഡ് ട്രാൻസിറ്റ്. ഈ സാധനങ്ങൾ വെയർഹൗസിലേക്ക് എടുത്തു വെക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ എന്ത് സംഭവിക്കാം? ഗുഡ്സിന് ചിലപ്പോൾ ചെറിയ ഡാമേജസ് ഒക്കെ സംഭവിക്കാം. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ക്രിസ്റ്റൽ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇതൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ റിസ്കിനും പ്രൊട്ടക്ഷൻ തരുന്നു. എങ്ങനെ പ്രൊട്ടക്ഷൻ തരുന്നു? ഓൺ പേയ്മെന്റ് ഓഫ് എ നോമിനൽ എമൗണ്ട്. ഒരു ചെറിയ എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് അവർ പ്രൊട്ടക്ഷൻ തരുന്നു. ആ അടയ്ക്കുന്ന നോമിനൽ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രീമിയം. ദെൻ അപ്പൊ നമുക്ക് ലോസോ ഡാമേജോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കവർ ചെയ്യുന്നത് ആരായിരിക്കും? ഇൻഷുറൻസ് കമ്പനികളായിരിക്കും. അങ്ങനെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി അടയ്ക്കുന്ന ആ ഒരു നോമിനൽ എമൗണ്ട് ആണ്, അതിന് പറയുന്ന പേരാണ് എന്ത്? പ്രീമിയം. അപ്പോൾ എംപ്ലോയീസ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം റിസ്ക് ഓഫ് ആക്സിഡൻസ്. അതായത് എംപ്ലോയീസിനെ നമ്മൾ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? റിസ്ക് ഓഫ് ആക്സിഡൻസ് അല്ലേ? അതായത് ജോലി സ്ഥലങ്ങളിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ആക്സിഡന്റുകൾ പറ്റാം. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാനും എന്തുണ്ടാവും? ഈ പറഞ്ഞ ഇൻഷുറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ബ്രദറിന്റെ കൈയിന്റെ വിരലിന്റെ തുമ്പ് ചെറുതായി കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അവൻ ആദ്യം പഠിത്തം കഴിഞ്ഞ ഉടനെ ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറിയതായിരുന്നു. അവിടെ ജസ്റ്റ് ഒരു മെഷീൻ്റെ ഉള്ളിൽ ജസ്റ്റ് കൈൻ്റെ വിരലുകൊണ്ട് ഒന്ന് തട്ടിയതാണ്. എന്തോ ഒന്ന് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ ആ തട്ടിയ തട്ടലിൽ പക്ഷെ വിരൽ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് പോയി. അങ്ങനെ തന്നെ അത് ചതഞ്ഞ് ആ ഭാഗത്ത് നിന്ന് വെച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ആക്സിഡന്റ് ആർക്ക് ഉണ്ടാവാം? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഉണ്ടാവാം. ആ എംപ്ലോയീസിന്റെ ആക്സിഡന്റ് കവറേജും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് ആണ്. ഓക്കെ. ദെൻ അടുത്ത നമ്മുടെ എയ്ഡ്സ് ടു ട്രേഡ് ആണ് എന്ത്? വെയർ ഹൗസിംഗ്. എന്താണ് വെയർ ഹൗസിംഗ്? പ്രൊഡക്ഷൻ ഈസ് ഓൾവേസ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്ഷൻ എപ്പോഴും നമ്മൾ നടത്തുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആൻറ്റിസിപ്പേഷൻ. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്സ്, നമ്മൾ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഡിമാൻഡ് ഇപ്പോഴേ കണ്ടുകൊണ്ട്, ഇപ്പോഴേ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോഴേ കണക്ക് കൂട്ടിക്കൊണ്ടാണ് എന്ത് നടത്തുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ദാറ്റ് ദി പ്രോഡക്ട്സ് ആർ ടു ബി കെപ്റ്റ് ഇൻ ഗുഡ് കണ്ടീഷൻ അൺടിൽ ദേ ആർ സോൾഡ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നത് വരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കുറേ ഓർഗനൈസേഷൻസ് കൊട, ബാഗ്, ടിഫിൻ ബോക്സ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെന്ത് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്? സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ഇതിനൊക്കെ നല്ല ചെലവ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്.
പക്ഷേ അത് ആൻറ്റിസിപ്പേഷൻ ആണ് അല്ലേ? ഭാവിയിൽ ആ ചെലവ് വരും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വിചാരിച്ച് അവർ ഒരുപാട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഹോൾസെയിലേഴ്സിന് കൊടുത്തിട്ടുണ്ടാവാം. പെട്ടെന്നാണ് ആര് വന്നത്? കൊറോണ വന്നത് അല്ലേ? സ്കൂൾ തുറക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും അതോടുകൂടി ഈ പ്രോഡക്റ്റ് ഒക്കെ എന്തായി? ചെലവില്ലാതെ. ചെലവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുമോ? ഈ വർഷം ഉണ്ടാക്കിയത് ഇല്ല. അവരത് എന്ത് ചെയ്യും? ഭംഗിയായി പാക്ക് ചെയ്ത് കൃത്യമായ വെയർഹൗസുകളിൽ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. അതാ ഇത് എന്നാണ് ഇനി വിൽക്കുക? നെക്സ്റ്റ് ജൂൺ വരുമ്പോൾ അതെടുത്ത് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാവാം സിറ്റുവേഷൻസ് ഒക്കെ. എത്ര ആൻറ്റിസിപ്പേറ്റ് ചെയ്താലും നമ്മൾ വിൽക്കണതും പ്രൊഡക്ഷനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വരാം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? വെയർഹൗസസിനെ ഉപയോഗിക്കുന്നത്. വെയർഹൗസിംഗ് ഹെൽപ്സ് ബിസിനസ് ഫേംസ് to overcome the problem of storage and facilitates the availability of goods when needed and stabilize price by equalizing supplies. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വെയർഹൗസസ് ആണ് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഗുഡ്സ് ആവശ്യമുള്ള സമയത്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും ആരാണ്? വെയർഹൗസസ് ആണ്. അത് കൂടാതെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റെബിലൈസസ് പ്രൈസസ് ബൈ ഈക്വലൈസിങ് സപ്ലൈസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുന്നു. സ്റ്റെബിലൈസ് ചെയ്യാന്ന് സ്റ്റഡി ആക്കുന്നു. അല്ലെങ്കിൽ ഒരു കൃത്യതയോട് കൂടിയിട്ട് വലിയ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഒരൊറ്റ സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാൻ വെയർഹൗസിന് സഹായിക്കുന്നു. എങ്ങനെയായിരിക്കും അത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ കൊല്ലം നമ്മൾ വെയർഹൗസിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ അടുത്ത കൊല്ലം മാർക്കറ്റിലേക്ക് എടുത്തില്ല എന്ന് വിചാരിക്കുക. എന്താ ഉണ്ടാവുക? മാർക്കറ്റിൽ ഈ വക സാധനങ്ങൾക്കൊക്കെ ക്ഷാമം നേരിടും. എന്ത് സാധനത്തിനും ഡിമാൻഡ് കൂടുകയും അവൈലബിലിറ്റി കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോഡക്റ്റിന്റെ വില എന്തുണ്ടാവും? വളരെ വലിയൊരു അവസ്ഥയിലേക്ക് പോകും അല്ലെ? വളരെ വലിയൊരു വിലയിലേക്ക് പോകും. അതില്ലാതെ ഈ വില സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുന്നത് ആരാണ്? വെയർഹൗസസ് ആണ്. കൃത്യമായ സമയത്ത് ആവശ്യമുള്ള ഗുഡ്സ് ആവശ്യമുള്ള ഏരിയകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അതുവരെ കൃത്യമായി സൂക്ഷിച്ചു വെക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്? വെയർഹൗസസ്. വെയർഹൗസിംഗ് പ്രൊവൈഡ്സ് സേഫ്റ്റി ടു ഗുഡ്സ്. ഗുഡ്സിന് സേഫ്റ്റിയും കൂടി കൊടുക്കുന്നുണ്ട് ആര്? വെയർഹൗസസ്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഇന്ന് സൂക്ഷിച്ചു വെച്ചതൊക്കെ 4 ദിവസം കഴിയുമ്പോൾ കേടായി പോയി എന്ന് വരാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. എന്താണിത്? അഡ്വർടൈസിങ്. It helps to reach millions of customers for promoting sales and giving information about the product and its use. It is one of the most important devices designed to capture the attention of prospective customers and to create interest in the product. എന്താ പറഞ്ഞിരിക്കുന്നത്? മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ആര്? അഡ്വർടൈസിങ്. നമുക്കിപ്പോൾ പല പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പുറത്തുനിന്നൊക്കെ വരുന്നതാണ്. ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാം. എങ്ങനെ അറിയുന്നത്? ത്രൂ അഡ്വർടൈസ്മെന്റ്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. എന്തിന്? കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക. പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയില്ല അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹായിക്കുന്നു. മാത്രമല്ല ഈ പ്രോഡക്റ്റിൽ എന്തോ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുകയും ചെയ്യും. ഇപ്പോൾ നമ്മളോട് പറയണേ ഡെറ്റോൾ ആണ് നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ തുണി കഴുകാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് സ്നേഹയുടെ എന്ന് തോന്നുന്ന ഒരു പരസ്യം, ഫിലിം സ്റ്റാർ ആയിട്ടുള്ള അവരെ പരസ്യത്തിൽ പറയണ മരുന്നിന്റെ മണം വരുന്നത്. മരുന്ന് മീൻസ് ഉദ്ദേശിക്കുന്നത് ഈ ഡെറ്റോൾ പോലുള്ള സാധനങ്ങളായിരിക്കാം. നിങ്ങൾ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ എന്ന് സ്നേഹ പറയുന്നു. പിന്നെ എന്ത് ഉപയോഗിക്കണം എന്നാ പറയണത്? അവിടെ നമുക്ക് ഇതിൽ ഒഴിക്കാനുള്ള ഒരു സാധനം ഉണ്ട് അല്ലേ? അത് ഉപയോഗിക്കാനാണ്, ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാനാണ് സ്നേഹ നമ്മുടെ അടുത്ത് പറയുന്നത്. അത് ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് മണം ഉണ്ടാവും, കംഫർട്ടാണത്. നമുക്ക് മണം ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? ഈ പറഞ്ഞ കൊറോണയെ ഓടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് എന്നാണ് നമ്മളെ ഇപ്പൊ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അപ്പൊ നല്ല മണം ഉണ്ടാവും, ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാലോ. നമുക്ക് എന്ത് വരും? ഒരു ഇൻട്രസ്റ്റ് വരും അല്ലെ? അതാണ് പറയണത്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള അവയർനെസ്സും നമുക്ക് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുകയാണ്? ഈ പ്രോഡക്റ്റിന് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ, അപ്പൊ നമ്മളത് വാങ്ങിക്കാനായിട്ട് തയ്യാറാവുന്നു. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് വഴിയാണ്? അഡ്വർടൈസിങ് വഴിയാണ്. Thus, advertising makes possible marketing of goods and services on a large scale. വലിയ തോതില് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആക്കുന്നത് ആരാണ്? അഡ്വർടൈസിങ് ആണ്. ഇപ്പൊ നിങ്ങൾ പേപ്പർ നോക്കിയാൽ കാണാം,
ഒരുപാട് നോട്ടീസുകൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യത ഇപ്പൊ കുറവാണ്. അതുകൊണ്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുകയാണ്. ഇന്ന റിഡക്ഷൻ സെയിൽ ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ഷോപ്പ് തുറന്നിട്ടുണ്ട്, അവിടെ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കിട്ടും, ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം, ഇപ്പൊ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റു പേപ്പറിന്റെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ മുല്ലശ്ശേരിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഹോട്ട് പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് കിട്ടിയിരുന്നു. അത് കണ്ടപ്പോൾ അതിലെന്താണ്, അതിൽ ഇല്ലാത്തതൊന്നുമില്ല. ചിക്കൻ 65ഉം ചിക്കൻ കൊണ്ടാട്ടവും ബീഫും ഒരുപാട് സാധനങ്ങളുണ്ട്, വെജിറ്റബിൾ ഐറ്റംസും ഉണ്ട്. നമ്മൾ നാളെ ഫുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫുഡ് വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, പെട്ടെന്ന് ഫുഡ് അറേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ആ ഇങ്ങനൊരു ഐറ്റം ഉണ്ടല്ലോ, അവിടേക്കൊന്ന് വിളിച്ച് പറഞ്ഞാലോ, ഫുഡ് ഇങ്ങോട്ട് എത്തും ചെയ്യും, അവിടെ പോയി വാങ്ങിക്കൊന്നും വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വിളിച്ച് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഇങ്ങോട്ട് എത്തും. വളരെ സൗകര്യമാണ് അല്ലേ. ഇങ്ങനൊരു സാധനം അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് എങ്ങനെയാ അറിഞ്ഞത്? ത്രൂ അഡ്വർടൈസ്മെന്റ്. ആ നോട്ടീസ് കണ്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ സോറി, അവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ എന്താ പറയണത്? വേരിയസ് മീൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആർ ന്യൂസ് പേപ്പേഴ്സ്, TV, മാഗസിൻ, റേഡിയോ, ഇന്റർനെറ്റ് എക്സെട്ര. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് മീഡിയ ഉണ്ട് അഡ്വർടൈസിങ്ങിന്. നെറ്റിലാവാം, ടെലിവിഷൻ ആവാം, റേഡിയോ ആവാം, ന്യൂസ് പേപ്പർ ആവാം, മാഗസിൻസ് ആവാം. അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ടെലിവിഷൻ ആൻഡ് ഇന്റർനെറ്റ് അഡ്വർടൈസ്മെന്റ്സ് ആണ് കേട്ടോ. അപ്പൊ അതെന്താണ്, നമുക്ക് കാണാം, കേൾക്കാം, അപ്പൊ നമുക്ക് ഒത്തിരി കൂടെ ഇൻട്രസ്റ്റ് കൂടും. റേഡിയോ ആകുമ്പോൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമ്മൾ വായിച്ചു പോകുന്നതേ ഉള്ളൂ. മാഗസിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാഗസിൻ ആകുമ്പോൾ ഒന്നും കൂടി നല്ല കവറൊക്കെ, നല്ലൊരു തിളക്കുള്ള പേപ്പറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് എന്ന് മാത്രം. അപ്പൊ ഏത് മീഡിയ വഴി വേണമെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാം? അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് ഓക്സിലറീസ് ടു ട്രേഡ് ആണ്. നമ്മൾ ഇവിടേക്കൊക്കെ വന്നത് എവിടെ നിന്നാണ്? ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് നോക്കാം. നോക്കി നോക്കിയേ, ബിസിനസ് ആക്ടിവിറ്റീസ് കാണിക്കുന്ന ഈ ചാർട്ട്, ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവിടെ എന്ത് നമ്മൾ പറഞ്ഞ, ഫസ്റ്റ് അല്ല, ഈ ആക്ടിവിറ്റീസിന്റെ ചാപ്റ്റർ ഭാഗം തുടങ്ങുന്ന ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ബിസിനസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും പറഞ്ഞ് രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇൻഡസ്ട്രിയെ തന്നെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണത്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി ഇൻഡസ്ട്രി. പ്രൈമറിയെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാക്റ്റീവ്, ജെനറ്റിക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സെക്കൻഡറി ഇൻഡസ്ട്രിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദെൻ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ വീണ്ടും നാലായിട്ട് ഡിവൈഡ് ചെയ്തു, അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ് ആൻഡ് അസംബ്ലി. അതോടുകൂടി ഇൻഡസ്ട്രിയുടെ സെക്ഷൻ അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ തിരിച്ചു വീണ്ടും എവിടെ വന്നു? കൊമേഴ്സിലേക്ക് വന്നു. കൊമേഴ്സ് എന്താണ്? എന്തൊക്കെ ഹിൻഡ്രൻസസ് ആണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കൊമേഴ്സ് മാറ്റുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം കൊമേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണത്? ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും. ട്രേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഇന്റേണലും എക്സ്റ്റേണലും അല്ലെ. ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്, അല്ലെങ്കിൽ ഹോം ട്രേഡ്, ദെൻ ഫോറിൻ ട്രേഡ്. ഈ ഹോം ട്രേഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എൻട്രി പോർട്ട്. ദെൻ ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? ഓക്സിലറീസ് ടു ട്രേഡിനെ പറ്റിയാണ്. ഓക്സിലറീസ് ടു ട്രേഡ് നമ്മളിത് അവിടെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണത്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് അഡ്വർടൈസിങ്. അപ്പോൾ ഈ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഈ ചാർട്ട് മുഴുവനായും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ ചാർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോന്നും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പോകണം. ഇങ്ങനെ ഒരു ചാർട്ട് കാണിച്ചാൽ ഓരോന്നും എന്താണെന്ന് 2-3 സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായി കവർ ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.